ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് എൻ്റെ മുറിയിലേക്ക് വരാൻ ഉള്ള അവകാശമില്ലേ? എൻ്റെ ചാമ്പറിൽ വന്നു. അദ്ദേഹം ഇവിടുത്തെ തൃശ്ശൂരിൻ്റെ തന്നെ ലോകസഭയുടെ സ്ഥാനാർത്ഥി വരുന്നു. അദ്ദേഹത്തിന് ഇരുത്തി ഒരു ചായ കൊടുത്തു. ആ ചായ കൊടുത്തതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനും ഒരു തരത്തിലും അത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു തെറ്റ് ഞാൻ ചെയ്തതുപോലെ കാണിച്ചു. മറ്റൊന്ന്, ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഭാരത് ഹോട്ടലിൽ പോയത് യാദർശികമായിട്ടാണ്. എനിക്ക് അന്നേ ദിവസം എൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന തൊട്ട് പിന്നിലത്തെ ഉള്ള ആ ഹോട്ടലിൻ്റെ പേര് വൈറ്റ് പാലസ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ 10 മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഷാർപ്പ് 10 മണിക്ക് എന്ന് പറഞ്ഞാൽ 10 മണിക്ക് വന്നിരിക്കും. ഞാൻ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടില്ല അവിടെ ആരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ കാലത്ത് വീട്ടിൽ നിന്ന് വന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. 10 മണിക്കാണല്ലോ. അപ്പം ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടിട്ട് ഇങ്ങനെ കൈ കാണിച്ചാൽ, ഒരു MP അല്ലേ, അദ്ദേഹം ജയിച്ച ആളല്ലേ, അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പോയി ഒന്നിരുന്നു. ഞാനിങ്ങോട്ട് പോന്നു. ഞങ്ങൾ ഒരു രാഷ്ട്രീയ ചർച്ചയും നടത്തിയിട്ടില്ല, ഒരു പുരോഗമനത്തിൻ്റെ ചർച്ചയും നടത്തിയിട്ടില്ല, ഒന്നുമില്ല. ഇവിടെ തന്നെ പത്രത്തിൽ അത് വലിയൊരു വാർത്ത. അപ്പോൾ അതൊന്നും നമ്മളൊരു പോസിറ്റീവായിട്ട് എടുക്കണം, ഒന്ന് നെഗറ്റീവായിട്ട് പോവല്ലേ. അങ്ങനെ എല്ലാം പോസിറ്റീവായിട്ട് എടുത്തില്ലെങ്കിൽ അത് നമുക്കത് പത്രത്തിന് അത് എഴുതുന്ന ആൾക്കാർക്ക് പോലും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, കേൾക്കുന്നവർക്കുണ്ടാവില്ലേ, ഒരു പത്രധർമ്മം നമുക്കുണ്ടാവില്ലേ. അല്ലെങ്കിൽ നമ്മൾ മീഡിയ അത് കൈകാര്യം ചെയ്യുമ്പോൾ അത് ഒന്ന് ആലോചിച്ചാൽ നല്ലത്, അത്രയേ ഉള്ളൂ ആ വിഷയത്തെക്കുറിച്ച്. പിന്നെ പ്രസക്തിയില്ലല്ലോ അതിനകത്ത്, എന്ത് പ്രസക്തിയല്ലേ? അതേ MP ആയി, മന്ത്രിയായി എന്ന് പറയുന്നു. ഞാനാണോ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്? ജനങ്ങളല്ലേ. അതിനെ എന്നെ പറയുന്നത് എന്തിനാ? ആ വിഷയം എനിക്കറിയില്ല, എന്നോട് വിളിച്ച് പറഞ്ഞിട്ടില്ല. CPI എന്നോട് വിളിച്ചിട്ട് അങ്ങനെ പറയുന്നൊരവസ്ഥ, ഘടകകക്ഷിയാണ് ഞങ്ങളുടെ, എന്നോട് അങ്ങനെ ആരും വിളിച്ച് പറഞ്ഞിട്ടുള്ളത് എനിക്കില്ല. അത് ഞാൻ പത്രത്തിൽ കൂടെ വായിച്ചു. ജില്ലാ സെക്രട്ടറി വിളിച്ചു വരുത്തിയതല്ല, ഞാൻ അങ്ങോട്ട് ചെന്നതാണ്. മറ്റു ചില വിഷയങ്ങളുമായി സംസാരിക്കാൻ വേണ്ടി ഞാൻ പോയത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഞാൻ ജനങ്ങളോട് അത് ബോധ്യപ്പെടുത്തിക്കോളാം. എനിക്കിത്ര വലിയ കാര്യമായിട്ടത് തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മീറ്റിംഗ് വിളിച്ചോളൂ, അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെല്ലാവരും വിളിച്ചു, 5 മണിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞു. അല്ല, ഈ വിഷയത്തെക്കുറിച്ച് അല്ല സംസാരിച്ചത്. ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി അവിടെ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന മാതിരി ഈ ഒരു വിഷയമുണ്ട്, ഇങ്ങനെ സുനിൽകുമാറിൻ്റെ ഒരു പരാമർശം പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, കാരണം ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു. അവിടെ വന്നപ്പോഴും അറിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇന്നത്തെ പത്രത്തിലാണ് ഞങ്ങൾ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതൊന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ തന്നെ ഏറ്റെടുത്ത്, ഞാൻ തന്നെ നിങ്ങളെ പത്രസമ്മേളനം വിളിക്കുന്നു, ഞാൻ തന്നെ അത് ക്ലിയർ ചെയ്യുന്നു. അങ്ങനെ ഒന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നു. അതെൻ്റെ ഉത്തരവാദിത്തമല്ലേ? അടുത്ത ഡിസംബറിലെ 25 ഡിസംബറിനല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത്, എല്ലാവരും നമ്മൾ സൗകര്യത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും 4 വർഷക്കാലം എത്തിച്ചല്ലോ ഈ വണ്ടി. ഇനി മുന്നോട്ട് പോകാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കട്ടെ എന്ന്. ഞാനൊക്കെ പ്രത്യാശയുള്ളവനാണ്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്. എപ്പോഴും പോസിറ്റീവുകാരനാണ്, നെഗറ്റീവ് ഞാൻ ചിന്തിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരമല്ലേ ഞാൻ പറഞ്ഞേ. ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, എനിക്ക് നെഗറ്റീവായിട്ട് ഞാൻ സ്വതവേ ചിന്തിക്കാറില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, വരാനിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നവനാണ് ഞാൻ. കഴിഞ്ഞത് കഴിഞ്ഞുപോയി, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാൻ ഞാനില്ല.